രണ്ട് വള്ളങ്ങളാണ് ഇന്ന് മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടത്. 4 പേർ പോയ വള്ളം പുലിമുട്ടിലിടിച്ചു മറിയുകയായിരുന്നു. എല്ലാവരെയും കരക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാം മരണപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ കിള്ളിയാർ കരകവിഞ്ഞ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് നമ്മൾ ഈ കാണുന്ന പ്രദേശത്തൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയത്. കിള്ളിയാറിൽ നിന്ന് ഈ കാണുന്ന ബണ്ട് വഴി ഇങ്ങോട്ടേക്ക് വെള്ളം മറിഞ്ഞാണ് ഇവിടെ ഈ കാണുന്ന വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുന്നത്. മണിക്കൂറുകൾ മഴ തകർത്തു പെയ്തതോടെ ജില്ലയിൽ വ്യാപക നാശമാണ് ഉണ്ടായത്. പുല്ലമ്പാറ തേമ്പാമൂട് AR മന്ദിരത്തിൽ ഗീതയുടെ വീട്ടിൽ വെള്ളം കയറി. വീട്ടിൽ കുടുങ്ങിപ്പോയ കിടപ്പുരോഗിയെ ഉൾപ്പെടെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പുല്ലമ്പാറ സ്വദേശി മോഹനൻ നായരുടെ വീടിന്റെ അടുക്കള പൂർണ്ണമായും തകർന്നു. പാലിയോട് മോഹനചന്ദ്രന്റെ വീടിന് മുകളിൽ മരം വീണു. വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. നാവായിക്കുളം മമ്മുല്ലിപ്പാലത്തിന് സമീപം ഒറ്റപ്പെട്ട കുടുംബത്തെ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ചിറയൻകീഴ് പാലവിള ഗവൺമെന്റ് UP സ്കൂളിന്റെ മതിലിടിഞ്ഞു വീണു. നീയാർ കനാൽ നിറഞ്ഞതോടെ തീരത്ത് ആശങ്കയുയർന്നിട്ടുണ്ട്. ഉദിയന്നൂർ തോട്, പച്ചക്കാട് എന്നിവിടങ്ങളിലും തോട് കരകവിഞ്ഞു. വർക്കല പാപനാശത്ത് ബലിമണ്ഡപത്തിന് പിന്നിൽ കുന്നിടിഞ്ഞതോടെ ബലിതർപ്പണ ചടങ്ങുകൾ ഒഴിവാക്കി. കടപ്പുറത്ത് ബലിയിടാൻ വിലക്കില്ല. ക്ലിഫിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇനിയും അത് ഇടിയാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെവശം പൂർണ്ണമായും ഇവിടേക്ക് പോന്നിരിക്കുന്നു. മുകൾ ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പൈതൃക പട്ടികയിൽ പെടുന്നതാണ് നമ്മുടെ ഈ പാപനാശത്തെ കുന്നുകളെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അനുവാദത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്. അരുവിക്കര സർക്കാർ ആശുപത്രിയുടെ മതിൽ തകർന്നു വീണു. നെയ്യാറ്റിൻകര, പാറശാല, വെള്ളറട മേഖലയിൽ മഴയ്ക്കൊപ്പം കാറ്റും ഭീതി വിതയ്ക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര കൃഷ്ണൻകോവിലിന്റെ ചുറ്റുമതിൽ തകർന്ന ആറ്റിൽ വീണു. പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. പുതിയ അറിയിപ്പ് വരും വരെ നിരോധനം തുടരും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.